ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമാനിസം ആൻഡ് ലോജിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് ഫസ്റ്റിലെ ബാക്കിയുള്ള പോർഷൻസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വൈസ് ആയിട്ടായിരിക്കും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അനുകമ്പ. What is the central idea behind ശ്രീനാരായണ ഗുരു's concept of അനുകമ്പ? ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ എന്നുള്ള കോൺസെപ്റ്റിന്റെ സെൻട്രൽ ഐഡിയ, മെയിൻ ആയിട്ടുള്ള മീനിങ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. അനുകമ്പ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ സന്തോഷത്തിനായി മാത്രമല്ല, മറ്റുള്ളവർക്കും സന്തോഷവും ക്ഷേമവും നൽകേണ്ട ഒന്നാണ് എന്നാണ് ശ്രീനാരായണ ഗുരു നമ്മളോട് പഠിപ്പിക്കുന്നുള്ളത്. ഗുരുദേവൻ പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതവും പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഓരോ പ്രവൃത്തികളും സ്വാർത്ഥത നിറഞ്ഞതാകരുത്. നമ്മളെ നല്ലത് മാത്രം ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പാടില്ല. മറിച്ച് അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഓരോ പ്രവൃത്തികളും. ഗുരുവിന് അനുകമ്പ എന്നത് ഒരു നല്ല ഗുണം മാത്രമല്ല, ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു നക്ഷത്രം പോലെയാണ് അനുകമ്പ എന്നുള്ളത്. അത് നമുക്ക് വഴികാട്ടി ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് ശ്രീനാരായണ ഗുരു നമ്മളോട് പഠിപ്പിക്കുന്നുള്ളത്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കിത് പറയുകയാണെങ്കിൽ, നമ്മളുടെ സന്തോഷം മറ്റുള്ളവർക്കും സന്തോഷം തരുമ്പോഴാണ് അത് യഥാർത്ഥ ഒരു ഹാപ്പിനെസ് ആയിട്ട് മാറുന്നുള്ളത്. ഇതാണ് അനുകമ്പ എന്നുള്ളത്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കരുണ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കരുണ ഇൻ ബുദ്ധിസം. ബുദ്ധിസത്തിൽ കരുണ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് വിശദീകരിക്കാനാണ് അടുത്ത ചോദ്യം. ബുദ്ധമതം പറയുന്നുള്ളത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ വളർത്തേണ്ട 2 പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ട്. അതിലൊന്നാമത്തേത് പ്രജ്ഞ, അതായത് ജ്ഞാനം, നമ്മുടെ നോളേജ്, വിസ്ഡം, അതാണ് ഒന്നാമത്തേത്. ഇതിൽ രണ്ടാമത്തേതാണ് കരുണ, അതായത് അനുകമ്പ, കമ്പാഷൻ എന്നുള്ളത്. കരുണയുടെ അർത്ഥം വളരെ സിമ്പിളാണ്. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നുള്ള സഹാനുഭൂതി, അവരെ സഹായിക്കാനുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ മനോഭാവം. ബുദ്ധമതം നമ്മളെ പഠിപ്പിക്കുന്നുള്ളത് ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്, ആരെയും നമ്മൾ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. കരുണ സ്വാർത്ഥതയില്ലാത്തൊരു മനസ്സാണ്. അതായത് സ്വാർത്ഥത തോന്നുമ്പോഴാണ് കരുണ ഇല്ലാതെയാവുന്നുള്ളത്. സ്വാർത്ഥത ഇല്ലാത്തൊരു മനസ്സിലാണ് കരുണ നിലനിൽക്കുന്നുള്ളത്. അതിൽ എല്ലാവർക്കും സന്തോഷം, സമാധാനം, ക്ഷേമം ലഭിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരാളുടെ സ്ഥിതി എന്തായാലും, ധനികനോ ദരിദ്രനോ സുഹൃത്തോ അന്യനോ ഏതൊരാളായാലും എല്ലാവരോടും നാം ഒരുപോലെ കരുണ കാണിക്കണം. ബുദ്ധമതത്തിൽ കരുണ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയൊരു പാഠമാണ്. മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കാതെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന രീതിയിൽ ജീവിക്കണം എന്നാണ് ഈ ഒരു കരുണയിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും മറ്റുള്ളവരെ മനസ്സിന് ആശ്വാസം നൽകുന്നതായിരിക്കണം. ഇതാണ് കരുണ എന്നുള്ളത്. അടുത്തതായി കരുണ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദി കോൺസെപ്റ്റ് ഓഫ് കരുണ ഇൻ ബുദ്ധിസം. ബുദ്ധിസത്തിൽ കരുണ എന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ പ്രൊമോട്ടിങ് എ പീസ്ഫുൾ ആൻഡ് ഹാർമോണിയസ് സൊസൈറ്റി. കരുണ എന്നുള്ളത് നമ്മുടെ സൊസൈറ്റീനെ പീസ്ഫുള്ളും എങ്ങനെ ഒരു ഹാർമോണിയസുമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള സൊസൈറ്റി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ റെലവൻസിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് കോൺസെപ്റ്റ് ഓഫ് കരുണ എന്നുള്ളത്. അതായത് ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ പ്ലേസ് ആണ് ഈ ഒരു കരുണയ്ക്കുള്ളത്. ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ കരുണ എന്നുള്ളത് ഒരു മനുഷ്യനുണ്ടാവേണ്ട നല്ല ഗുണങ്ങളിൽ പെട്ട ഒന്നാണ്. 2 നല്ല ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ഒന്ന് പ്രജ്ഞ, വിസ്ഡം, നോളേജ്. രണ്ടാമത്തേതാണ് ഈ ഒരു കരുണ എന്നുള്ളത്. അതായത് ഈ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ട്രൂ ആയിട്ടുള്ള വിശ്വാസം, ദൈവവിശ്വാസി, സ്പിരിച്വലി ഒരാൾക്ക് ഗ്രോത്ത് ഉണ്ടാവൂ എന്ന് പറയപ്പെടുന്നുള്ളത്. കരുണ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കരുണ എന്ന് പറയുന്നുള്ളത് എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖങ്ങൾ മാറ്റി അവർക്ക് സന്തോഷം നൽകാനുള്ള നമ്മുടെ ഒരു ശക്തമായ ഒരു ആഗ്രഹത്തിനെയാണ് കരുണ എന്ന് പറയുന്നുള്ളത്. ഇത് നമ്മുടെ സ്വാർത്ഥതയെ മറികടക്കുന്നുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്.
മറ്റുള്ളവരുടെ സ്ഥിതിയോ അവരുടെ സ്വഭാവമോ ഒന്നും നോക്കാതെ തന്നെ എല്ലാവരോടും ഒരുപോലെ ദയ കാണിക്കാനുള്ള ഒരു മനസ്സിനെയാണ് കരുണ എന്ന് പറയുന്നുള്ളത്. ഒരു അൺകണ്ടീഷണൽ എംപതി ആൻഡ് കൈൻഡ്നെസ് ടുവേർഡ്സ് അതേഴ്സ്. മറ്റുള്ളവരോട് അൺകണ്ടീഷണലായിട്ടുള്ള ഒരു എംപതി കാണിക്കുക. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഓരോന്നും ചെയ്തു കൊടുക്കുന്നതിനാണ് എംപതി എന്ന് പറയാം. അങ്ങനെയുള്ളൊരു എംപതി കാണിക്കുകയും മറ്റുള്ളവരെ കൈൻഡ്നെസ്, അവരോട് നല്ല രീതിയിൽ കൈൻഡായിട്ട് പെരുമാറുകയും ചെയ്യുന്നതിനാണ് കരുണ എന്ന് പറയുക. ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ പറയുന്നുള്ളത് നമ്മൾ ഓരോ മനുഷ്യനോടും അഹിംസയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ വിത്ത് റെസ്പെക്റ്റ്. നമ്മൾ ഓരോ ആൾക്കാരെയും റെസ്പെക്റ്റോടുകൂടി പെരുമാറുക. അതിനത് ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും നമ്മളെക്കാളും പൈസയുള്ളവരാണെങ്കിലും താഴ്ന്നവരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ ഓരോരുത്തരോടും ബഹുമാനിക്കുക, അവരോട് അഹിംസയോടെ പെരുമാറുക. ഇതാണ് ബുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുള്ളത്. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റായിട്ടുള്ള ധമ്മപദയിൽ ബുദ്ധ ഇതിനെക്കുറിച്ച് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ കരുണയുടെ പ്രാധാന്യം പ്രത്യേകം ധമ്മപദയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ലെവല് നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്താതെ അവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന വഴികൾ തേടണം എന്നുള്ളതാണ്. എ പോസിറ്റീവ് പ്രാക്ടീസ് ഓഫ് കമ്പാഷനാണ് ധമ്മപദയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ധമ്മപദയിൽ പറയുന്നുള്ളത് ഒരു മനുഷ്യന് കമ്പാഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് കളയാൻ വേണ്ടി സഹായിക്കും. നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് ഹേറ്റ്രഡ്, ദേഷ്യം, ഗ്രീഡ്, ആങ്കർ, ഇതുപോലെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് തടയാൻ വേണ്ടി പറ്റും. ബുദ്ധിസത്തിൽ കരുണ എന്നുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബുദ്ധിസത്തിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്നുള്ളത്. അത് കരുണയോട് കൂടുതൽ സാമ്യത ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. ബൈ എംബ്രേസിങ് കമ്പാഷൻ ഓരോ ഇൻഡിവിജ്വൽസും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല. നോട്ട് ഓൺലി ത്രൂ ഫിസിക്കൽ ആക്ഷൻസ് ബട്ട് ഓൾസോ ത്രൂ ദി വേർഡ്സ് ആൻഡ് തോട്ട്സ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് കരുണയിൽ മെയിനായിട്ട് പറയുന്നുള്ളത്. ഈ പറഞ്ഞ കരുണയിലൂടെയുള്ള നോൺ വയലൻസ് അപ്രോച്ച് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും പീസ്ഫുള്ളാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ സൊസൈറ്റീനെ മൊത്തത്തിലൊരു ഹാർമോണിയസ് സൊസൈറ്റി ആക്കി മാറ്റിക്കളയും. യൂണിറ്റി കൂടുതൽ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കരുണ എന്നുള്ളത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. മോർ ഓവർ അത് മാത്രമല്ല കരുണ എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. അവരോട് കൈൻഡായിട്ട് പെരുമാറുക. ചാരിറ്റി, അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ. നമുക്ക് തിരിച്ച് ഒരു റിവാർഡോ ഇങ്ങോട്ടേക്ക് പൈസയോ അല്ലെങ്കിൽ നമ്മളെ നല്ലത് പറയുമോ എന്നുള്ള ഒരു ചിന്തയില്ലാതെ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് കരുണയുടെ പിന്നൊരു മീനിങ് എന്നുള്ളത്. ഈ ഒരു കരുണ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സൊസൈറ്റിയിൽ തല്ലുണ്ടാവുന്ന, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്ഹാർമണി ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സെൽഫിഷ്നെസ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരെയും നമ്മളെ കാര്യങ്ങൾ നോക്കി മാത്രമാണ് ജീവിക്കാറുള്ളത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു റിവാർഡ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ചാരിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് എന്താ വിചാരിക്കുക, നമുക്കൊരു ഫെയിം കിട്ടണം, നമ്മൾ കൂടുതൽ അറിയപ്പെടണം എന്ന രീതിയിലായിരിക്കും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പം കരുണ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുകയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റി ആയി മാറുകയും ചെയ്യും. അപ്പം കരുണ എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബുദ്ധിസ്റ്റ് ഫിലോസഫി നമ്മളോട് പറയുന്നുണ്ട് ഓരോ ആൾക്കാരുടെയും ജീവിതവും ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓരോ ആൾക്കാരും ജീവിക്കുന്നുള്ളത്. അതുപോലെ തന്നെ കരുണയും നേച്ചറിനോട് കൂടുതൽ കണക്റ്റഡ് ആണ് എന്നും കൂടി പറയുന്നുണ്ട്.
നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറയുന്നുള്ളത് നേച്ചറിനെ എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിലുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കണം. നമ്മൾ ഓരോ സാധനവും ഓരോ റിസോഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുക അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിസേർവ് ചെയ്യുക. എന്തിന്? ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. നമുക്ക് മാത്രം ഉള്ളതല്ല ഈ ലോകം എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞു പോയാലും നമ്മളെ വരാൻ പോകുന്നൊരു ജനറേഷനും നമ്മുടെ ഓരോ സാധനങ്ങളും ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു റിവർ ഉണ്ട്. റിവർ എന്ന് പറയുന്നത് നമ്മളൊരു റിസോഴ്സാണ്, നേച്ചറിൻ്റെ ഒരു റിസോഴ്സാണ്. ആ റിസോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക നമുക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു റിവർ എന്നുള്ളത്. നമ്മളെ ഇനി വരാൻ പോകുന്നൊരു ജനറേഷനും ഈ റിവർ യൂസ് ചെയ്യണം, അവർക്കും കൂടി ഇതിനെ കാണണം എന്ന് വിചാരിച്ചിട്ട് റിവറിനെ പ്രിസേർവ് ചെയ്തിട്ട് വെക്കുക. അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിലേക്ക് വേസ്റ്റൊന്നും വാരി വലിച്ച് ഇടാതിരിക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത്. അതായത് നേച്ചറിനോടും നമ്മൾ കരുണ കാണിക്കണം. ഇൻ എ സെൻസ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കരുണ എന്നുള്ളത് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഫോർ ഇൻഡിവിജ്വൽസ്. ഓരോ സൊസൈറ്റിക്കും ഓരോ മനുഷ്യനുള്ള ഒരു ഗൈഡിങ് നമ്മുടെ ഒരു തത്വമാണ് ഈ ഒരു കരുണ എന്നുള്ളത്. And also it promotes non-violence, empathy, selflessness and deep reverence for all norms of life. കമ്പാഷൻ ഒരാളുടെ മൈൻഡിൽ കൊണ്ടുവരുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നമുക്കുള്ള ഒരു സെൽഫിഷ് ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു കോൺഫ്ലിക്റ്റിനെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു പീസ്ഫുൾ ആൻഡ് ഹാർമോണിയസ് ജീവിതമാണ് നമുക്ക് തരുന്നുള്ളത്. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊസൈറ്റിയും ഒരു നല്ലൊരു സമാധാനപൂർണ്ണമായ ജീവിതമാണ് നമുക്ക് തരുന്നുള്ളത്. ഇതാണ് കരുണ എന്നുള്ളതും കരുണാൻ്റെ ഇമ്പോർട്ടൻസും. ബാക്കി നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.